പകുതിവില തട്ടിപ്പിൽ റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഇഡി. ലാലി വിൻസെന്റിന്റെ ബാങ്ക് അക്കൗണ്ടിലെ 1,15,000 രൂപ മരവിപ്പിച്ചു. പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ പേരിലെ 1,68,00,000 രൂപയും അനന്തകൃഷ്ണന്റെ പേരിലുള്ള 2,35,00,000 മരവിപ്പിച്ചു. സായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ അനന്തകുമാറിന്റെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. അതേസമയം തന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടില്ലെന്നും അനന്തകൃഷ്ണൻ തന്നെ പറ്റിച്ചിട്ടില്ലെന്നും ലാലി വിൻസെന്റ് പറയുകയും ചെയ്തു. ലാലി വിൻസെന്റിന്റെ പ്രതികരണത്തിലേക്ക്. അക്കൗണ്ട് ഫ്രീസ് ചെയ്താ 1 ലക്ഷം വലിയുള്ള അക്കൗണ്ടിൽ എപ്പോഴും 1 ലക്ഷത്തിൽ താഴേലേ ഉള്ളൂ. അല്ലാതെ ഫ്രീസ് ചെയ്യുന്നത് ശരിയാണോ അറിയില്ല. എന്നെ പറ്റിച്ചിട്ടില്ല. എന്നോട് സിൻസിയറായിരുന്നു അയാൾ. എൻ്റെ കക്ഷിയായിരിക്കുന്ന കാലത്തോളം ഞാൻ കക്ഷിയെ തള്ളിപ്പറയുന്നത് ശരിയല്ല. കക്ഷിയല്ലാത്തൊരു കാലമുണ്ടായാൽ എനിക്ക് ഉത്തരം പറയേണ്ടിയും വരില്ല. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ലാലി വിൻസെന്റ് ഇപ്പോഴും അനന്തകൃഷ്ണനെ തള്ളിപ്പറയാൻ തയ്യാറല്ല. തന്റെ കക്ഷിയായതുകൊണ്ട് പ്രൊഫഷണൽ എത്തിക്സിന് ചേരില്ല എന്നതാണ് ലാലി വിൻസെന്റിന്റെ വാദം. ഇപ്പോൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു എന്ന് കേൾക്കുന്നു. എന്താണ് ഇ ഡി അന്വേഷണത്തിന്റെ ബാക്കി പത്രം? അരുൺകുമാർ, ഏതാണ്ട് 12 മണിക്കൂറിൽ ഏറെയാണ് ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ 12 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത്. ഇതിൽ പ്രധാനമായും നേരത്തെ തന്നെ ഇ ഡി ചില ഇടപാടുകൾ സംബന്ധിച്ചുള്ള ചില രേഖകൾ ശേഖരിച്ചിരുന്നു. ഈ രേഖകളുടെ വിശദാംശങ്ങൾ അറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. എന്തായാലും ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ വിവിധ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലെ 1,15,000 രൂപ മരവിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനന്തകൃഷ്ണന്റെ പേരുള്ള 2,35,00,000 രൂപ, പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ പേരുള്ള 1,68,00,000 രൂപയും മരവിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ പറവൂർ ജനസേവാ ട്രസ്റ്റിനും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ ആനന്ദകുമാറിന്റെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഡിജിറ്റൽ രേഖകളും ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ലാലി വിൻസെന്റ് അടക്കമുള്ളവർ പറയുന്നത് താൻ വാങ്ങിയ തുക അത് തന്റെ അഭിഭാഷകയായ താൻ നൽകിയ നിയമസഹായത്തിന്റെ പ്രതിഫലമാണ് എന്നാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 7ാമത്തെ പ്രതിയാണ്. അവിടെ കണ്ണൂരിൽ ഈ പണം മുടക്കിയ ആളുകളുടെ യോഗത്തിലടക്കം ലാലി വിൻസെന്റ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, കെ എൻ ആനന്ദകുമാർ പറഞ്ഞത് അനന്തകൃഷ്ണനെ തനിക്ക് പരിചയപ്പെടുത്തിയത് ലാലി വിൻസെന്റ് ആണ് എന്നതാണ്. എന്തായാലും സ്വാഭാവികമായും ലാലി വിൻസെന്റിനും ആനന്ദകുമാറിനും അടക്കം ഇത്തരത്തിൽ തുടക്കം മുതൽ തന്നെ ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഈ അന്വേഷണ ഏജൻസികളുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് ഈ വിശദമായി തന്നെ ഈ രേഖകളൊക്കെ തന്നെ പരിശോധിച്ചത്. 46 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ താൻ വാങ്ങിയത് എന്നായിരുന്നു ലാലി വിൻസെന്റ് പറഞ്ഞത്. എന്തായാലും പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന സൂചന തന്നെയാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുള്ളത്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.